ഹലോ ഗായ്സ്, ഇത് ഞാനും എൻ്റെ കുഞ്ഞിമണികളും കൂടിയിട്ടുള്ളൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ ഒരു 3 മണി 4 മണിയൊക്കെ ആവും. എന്നിട്ട് എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം ഫ്രണ്ടിലിരിക്കും കേട്ടോ. ഇത് പാല് കൊണ്ടുവരുന്ന അപ്പപ്പനാണ്. ഒരു പാലപ്പാപ്പ വിളിക്കുക. പാലപ്പാപ്പനോട് വിശേഷമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ണികൾക്ക് കുറേ നാളായി കുറുക്കൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ട് അംഗൻവാടിയല്ല റേഷൻ കടയിൽ നിന്ന് പുല്ലും പൊടി കിട്ടി. അപ്പോൾ പുല്ലും പൊടിയുടെ കുറുക്ക് എന്നിട്ട് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞതൊന്ന് കുറുക്കി കൊടുത്ത് നോക്കാൻ പറഞ്ഞു. കഴിച്ചു കേട്ടോ അവർ. അപ്പോൾ കുറുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി, ഒരു കഷ്ണം ശർക്കര ഇട്ടു, പിന്നെ പൊടിയും ഞാൻ കുറച്ച് നാളികേരമൊക്കെ ചെരുകി, പിന്നെ അതിനാവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്ത് നല്ലപോലെ കലക്കി അതിൻ്റെ കട്ടൊക്കെ ഉടച്ച് കളഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ യാമി ഓരോ വിശേഷങ്ങൾ, യാമിക്ക് ഭയങ്കര സംശയങ്ങളാണ് കേട്ടോ. ഓരോ വിശേഷങ്ങളും ഓരോന്ന് എന്തുട്ടമ്മ കാണിച്ചു തരുമമ്മ, അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ യാമിയും വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കണതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ആദ്യം നിന്ന് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പം എന്നോട് ചോദിക്കുകയാണ്, ആദ്യം എന്താ ചെയ്യുന്നമ്മ, പിന്നെ അതുപോലെ കുറുക്ക് സോസും കൂട്ടിത്തരുമോ എന്നൊക്കെയാണ് കേട്ടോ മൂപ്പർക്ക്. ഈ ഫ്രിഡ്ജിൽ സോസ് കണ്ടപ്പോൾ തുടങ്ങിയതാണ്, സോസും കൂട്ടി കുറുക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. ആദ്യമാണെങ്കിൽ ഇതേ ആ വാഷിംഗ് മെഷീൻ മറിച്ചിടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ കുറുക്കുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്കും അച്ഛനും ചായ വെച്ചു. ഞാനിപ്പോൾ ഇതേ ഫസ്റ്റല്ല കുറച്ച് 2 ദിവസമായി ഈ ചായ കൂടി നിർത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേ ഉണ്ണിയുടെ കുറുക്ക് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് കേട്ടോ. ചൂടാറാനായിട്ട് ഒഴിച്ച് വെച്ച് കുറച്ച് ചൂടാറിയപ്പോൾ ദേ അവർക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ പുറത്ത് വന്നിരുന്ന് കാക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു കൊടുത്തും ഓരോ വിശേഷങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ കണ്ടപ്പോൾ പിന്നെ അതുമലിക്കായി അവർ രണ്ടുപേരും കൂടി. ബാല നല്ല സുഖമായ ഉറക്കത്തിലായിരുന്നു. പിന്നെ അവൾ എണീറ്റപ്പോൾ അവളെ മേലൊക്കെ കഴിച്ച്, പിന്നെ ഞാൻ മേല് കഴുകിയില്ല, ഡ്രസ്സ് മാറ്റി, ജസ്റ്റ് അവൾ മൂത്രമൊക്കെ ഒഴിച്ചപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ നല്ല ചുമ 3 ആൾക്കും. അപ്പോൾ ചുമയുടെ മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. യാമിക്കിപ്പോൾ എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. അമ്മ എന്ത് കൊടുത്താലും പറയും അമ്മ ഞാൻ കഴിക്കാം, മരുന്ന് കൊടുത്താൽ പറയും ഞാൻ കുടിച്ചോളാം. ഇപ്പോൾ കഞ്ഞി കൊടുത്താലും അവൾക്ക് ഒറ്റയ്ക്ക് കോരി കുടിക്കണം. അവൾ ചോറ് കൊടുക്കുമ്പോഴും അവൾക്ക് ഒരൊറ്റയ്ക്ക് വാരി തിന്നണം. അങ്ങനത്തെയൊക്കെ വാശികളാണ് യാമിക്ക് കേട്ടോ. മറ്റൊരു രണ്ടുപേരും നേരെ തിരിച്ചാണ്. ഒറ്റയ്ക്ക് കഴിക്കുമെന്ന് വെച്ചാലും പറയും അമ്മ തരണം എന്ന് പറഞ്ഞ്. അവർക്ക് അങ്ങനത്തെ വാശി. അങ്ങനെയൊക്കെ 3 ഞാൻ ഇരുത്തിയിരിക്കുക കേട്ടോ. അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇരുത്തിയതാണ് കേട്ടോ. അപ്പോൾ യാമി കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് അമ്മ മതി ഇത്ര എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് മൂപ്പര ഡയലോഗൊക്കെ. ഇനി കുറച്ച് നേരം ഞങ്ങൾ മുറ്റത്ത് കളികളൊക്കെയാണ് കേട്ടോ. ഞാൻ ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് മടക്കണ നേരവും മുറ്റടിയും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മുറ്റത്ത് കുറച്ച് നേരം ചെരുപ്പൊക്കെ ഇട്ട് ഇറക്കും. അവിടെ ചെരുപ്പ് ഇപ്പോൾ ഒരു കളി കേട്ടോ. ചെരുപ്പിട്ട് നടക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇട്ട് നടന്നോളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ മുറ്റടിയാണ് കേട്ടോ. മുറ്റടി കുറച്ച് ഭാഗം മാത്രം അടിക്കുള്ളൂ വൈകിട്ട്. അത് വിളക്ക് വയ്ക്കുന്നതല്ലേ, അതുകൊണ്ട് വാതിൽക്കയിൽ ഒത്തിരി ഭാഗം പോർഷനൊക്കെ അടിച്ച് ഞങ്ങൾ മേലി കഴുകലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എൻ്റെയും കഴിഞ്ഞു, അവരെയും മേലുകലൊക്കെ കഴിഞ്ഞ്. പിന്നെ ഞാനൊന്നകൊക്കെ അടിച്ചു വാരി അതിൻ്റെ ഇടയിൽ ഒരു തുടയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഈവനിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ, സീ യു.